ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈശോ തൻ്റെ പരസ്യജീവിതകാലത്ത് പറഞ്ഞ കഥകൾ എല്ലാം ചേർത്ത് വച്ചിരിക്കുന്ന ഒരു അധ്യായം. മത്തായി സുവിശേഷം 13-ാം അധ്യായം മുഴുവൻ ഈശോ വിവിധ സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ പറഞ്ഞ കഥകളുടെ ഒരു ശേഖരമാണ്. അതിൽ വ്യത്യസ്തമായ ഒരു കഥ, കളകളുടെ ഉപമ. ഒരുപക്ഷെ കൃഷിശാസ്ത്രം അറിയാവുന്ന കർഷകർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു കഥ കാർഷിക മേഖലയുമായി ബന്ധിപ്പിച്ച് തന്നെ ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കറിയാം, നമ്മൾ സാധാരണ പറമ്പിൽ കൃഷി ചെയ്യുമ്പോൾ ഇഞ്ചിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാടത്ത് നെല്ല് വിതയ്ക്കുമ്പോൾ കർഷകർ തിരിച്ചറിയുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്ന കളകൾ മിക്കവാറും ആ വിതച്ച ചെടിയുടെ, അല്ലെങ്കിൽ നെല്ലിൻ്റെ ആണെങ്കിൽ നെല്ലിൻ്റെ, മറ്റ് ചെടികൾ ഏതുമായിക്കൊള്ളട്ടെ, അതിൻ്റെ രൂപഭാവങ്ങൾ ഉള്ള, അതിൻ്റെ ഇലകളോട് സാമ്യമുള്ള കളകളാണ് അവിടെ മുളച്ചു വരിക. ഇഞ്ചിക്കണ്ടത്തിൽ നിൽക്കുന്ന ചില കളകൾ ഇഞ്ചിയുടെ ഇലയോട് സാമ്യമുള്ളതാണ്. പാടത്ത് കാണുന്ന ചെടികൾക്കൊക്കെ നെല്ലിൻ്റെ ചെടിയുടെ, നെൽച്ചെടികളുടെ ആകൃതിയാണ് പലപ്പോഴും കാണുക. കളപറിക്കുന്ന കർഷകർ അല്ലെങ്കിൽ ജോലിക്കാർ പലപ്പോഴും ഈ കളകൾ പറിച്ചെടുക്കുമ്പോൾ നല്ല ചെടികളും പറിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. ഇത് കൃത്യതയോടെ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈശോ നമ്മളെ ഈ കഥ പഠിപ്പിക്കുക. ഈശോ പറഞ്ഞു, ഞാൻ നല്ല വിത്താണ് പറമ്പിൽ, കൃഷിയിടത്തിൽ വിതച്ചത്. പക്ഷെ അവിടെ എങ്ങനെയാണ് കളകളുണ്ടായത്? അത് ശത്രു വിതച്ചതായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്. കൃഷിക്കാര് യജമാനനോട് ചോദിച്ചു, ഞങ്ങൾ ആ കളകളൊക്കെ പറിച്ചു കൂട്ടട്ടെ? യജമാനൻ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ കള പറിക്കണ്ട. നിങ്ങൾ പറിച്ചെടുക്കുമ്പോൾ നല്ല ചെടികളും ഒരുപക്ഷെ കൂട്ടത്തിൽ പിഴുതെടുത്തുന്നു വരാം. അതുകൊണ്ട് നമുക്ക് കരണീയമായിട്ടുള്ളത് ആ കളകൾ അവിടെ വളരട്ടെ. ഇപ്രാവശ്യത്തെ കൃഷി അല്പം മോശമാണെങ്കിലും കൊയ്ത്തുവരെ ആ കളകൾ കൂടെ വളർന്നോട്ടെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ നമ്മുടെ കാർഷിക സംസ്കൃതിയിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈശോ പറഞ്ഞു വെച്ചത്. കളകൾ ചെടിയുടെ കൂടെ വളർന്നോട്ടെ എന്ന് നമ്മൾ വിചാരിക്കില്ല. നഷ്ടം വന്നാലും, നല്ല ചെടികൾ പറിച്ചെടുക്കേണ്ടി വന്നാൽ പോലും ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കളകൾ പക്ഷേ നമ്മൾ പറിച്ചു മാറ്റും. ഈശോ പറയുന്നത്, കള പറിക്കണ്ട, കൊയ്ത്ത് വരെ അവർ നിൽക്കട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് കൊയ്തെടുക്കും മുമ്പ് കളകൾ പറിച്ച് വേറെ വെക്കും, എന്നിട്ടത് കത്തിച്ച് കളയും. കഥയുടെ മർമ്മം എന്താണ് എന്ന് കൃത്യമായി ഈശോ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതിലെ നല്ല വിത്ത് വചനമാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹമാണ്. കള പൈശാചിക ശക്തികളാണ്, തിന്മയുടെ ബന്ധനങ്ങളാണ്, തിന്മ ചെയ്യുന്ന വ്യക്തികളാണ്. ഈ ലോകത്തിൽ നിന്ന് ഒരിക്കലും തിന്മയെ, പൈശാചിക ശക്തികളെ, ദുരാത്മശക്തികളെ ഒഴിച്ച് മാറ്റി നിർത്തുക സാധ്യമല്ല. അതൊക്കെ ഈ ലോകത്തിലുണ്ടാകും. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ തിന്മയുടെ ശക്തികൾ ധാരാളമുണ്ട് എന്ന് നമുക്കറിയാം.
നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്നവർ, നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ, നമ്മളെ അനാവശ്യമായി പീഡിപ്പിക്കുന്നവർ, വേദനിപ്പിക്കുന്നവർ, നമുക്കെതിരെ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നവർ, നമുക്കെതിരെ ഇല്ലാവചനം പറയുന്നവർ, നമുക്കെതിരെ കേസ് കൊടുക്കുന്നവർ, നീണ്ടുപോകുന്നുണ്ട് അവരുടെ ലിസ്റ്റ്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇവരെയെല്ലാം ഉന്മൂലനം ചെയ്തിട്ട് ആരും ശത്രുക്കളില്ലാത്ത, ആരും വഴക്കുണ്ടാക്കാത്ത, ആരും അപമാനിക്കാത്ത, നിന്ദിക്കാത്ത, കേസ് കൊടുക്കാത്ത ഒരു ലോകം നമ്മുടെ മുമ്പിൽ സംജാതമാവുക എളുപ്പമല്ലല്ലോ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇതൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ നീതിമാനാണ് ഈ നല്ല വിളകൾ. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു യുഗാന്ത്യം വരെ, ഈ കാലത്തിൻ്റെ അവസാനം വരെ ഇവ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ നീതിമാനെ മുറിവേൽപ്പിക്കുന്നവനെ തമ്പുരാൻ കൈകാര്യം ചെയ്യും. അതാണ് അവസാന വിധി നാളിൽ സംഭവിക്കുക. ദുഷ്ടതയും ശിഷ്ടതയും വേർപെടുത്തും. ദുഷ്ടത ചെയ്യുന്നവരെ അവിടുന്ന് ശിക്ഷിക്കും. കളകൾ പറിച്ചു കൂട്ടി കത്തിച്ച് കളയും. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ നന്മയുടെ പ്രതിരൂപങ്ങളായിട്ട് മാറുമ്പോൾ, നന്മ മരങ്ങളായിട്ട് മാറുമ്പോൾ, നന്മ ചെടികളായിട്ട് മാറുമ്പോൾ നമ്മുടെ ഇടയിലുള്ള കളകളെ ദൈവം പറിച്ചു നീക്കും. അവയെ ശിക്ഷിച്ച് മാറ്റി നിർത്തും. ഒന്നേ തിരിച്ചറിയണ്ടു, ഞാൻ കളയാണോ നല്ല വിത്താണോ? എന്നിൽ നിന്ന് പുറപ്പെടേണ്ടത് നന്മയുടെ ഫലങ്ങളാണ് എങ്കിൽ അവിടെ തിന്മ പുറപ്പെടുക സാധ്യമല്ലല്ലോ. ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരി കുലകളോ മറ്റും പറിച്ചെടുക്കാനാകില്ല എന്ന് യേശു പറഞ്ഞു. നല്ല വൃക്ഷത്തിന് നല്ല ഫലം കൊടുക്കാനേ സാധിക്കൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രൈസ്തവരാണ്, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവരാണ്, നല്ല ഫലം പുറപ്പെടുവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിന്മയുടെ, ദുരാത്മശക്തികളുടെ, പൈശാചിക ശക്തികളുടെ സ്വാധീനം ഉണ്ടാകാതിരിക്കട്ടെ. നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മളറിയാതെ തിന്മയുടെ ദുരാത്മാക്കൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് എന്ന് തിരിച്ചറിയണം. അവ വളരട്ടെ, നമ്മളെ കൂടുതൽ ബലമുള്ളവരാക്കി അവിടുന്ന് മാറ്റും. ശത്രുക്കൾക്കെതിരെ പോരാടാനുള്ള ബലം നമുക്ക് നൽകും. ശത്രുക്കളുടെ കൂടെ ആയിരിക്കുമ്പോഴും ശത്രുവിൻ്റെ സ്വാധീന വലയത്തിൽ പെടാതെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ഉപരി സമ്മാനങ്ങൾ കൊണ്ട് നിറയ്ക്കും. സ്വാധീനങ്ങളും പ്രലോഭനങ്ങളും കീഴടക്കാത്ത നന്മ മരങ്ങളായിത്തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. കടലിലെ മത്സ്യത്തെ പോലെ ഉപ്പുവെള്ളത്തിൽ കിടക്കുമ്പോഴും ഉപ്പിൻ്റെ ലാഞ്ചന പോലും ഏക്കാതെ ജീവിക്കുന്ന ആ മത്സ്യത്തെ പോലെ നമുക്കുമായിരിക്കാം. തിന്മയുടെ ലോകത്ത് ജീവിക്കുമ്പോഴും നന്മ നഷ്ടപ്പെടാതെ, തിന്മ സ്വാധീനിക്കപ്പെടാതെ ജീവിക്കുന്നവരായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.